ഗർഭിണിയായിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് വളരെയധികം ഒരു ആഗ്രഹം തോന്നി. മദീനയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും മുന്തിയ തരം ഈത്തപ്പഴം അല്ലെങ്കിൽ റുമ്മാൻ കഴിക്കണമെന്നുള്ള ആഗ്രഹം. അത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയും അലി റളിയല്ലാഹു തആല അൻഹു അത് അന്വേഷിച്ചുകൊണ്ട് ചന്തയിലേക്ക് പോവുകയും ശേഷം അത് വാങ്ങാനുള്ള പണമില്ലാത്തതിൻ്റെ പേരിൽ തൻ്റെ അരച്ചട്ട അഴിച്ചിട്ട് അത് കൊടുത്തിട്ട് ആ ഈത്തപ്പഴം വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വളരെയധികം വിഷന്നൊട്ടിയതായ ഒരു സ്വഹാബി മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അലിയെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്, വല്ലാതെ വിശക്കുന്നുണ്ട് അലിയെ, കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്ന രീതിയിൽ പറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു വളരെയധികം വിഷമം ഉള്ളിലുണ്ടെങ്കിലും സാരമില്ല, അതിനേക്കാളും ഈ മനുഷ്യൻ്റെ വിഷന്നൊട്ടിയ വയറിന് ആശ്വാസം നൽകാമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ശേഷം അലി റളിയല്ലാഹു തആല അൻഹു കയ്യിലൊന്നുമില്ലാതെയാണ് വന്നത് എന്ന് മനസ്സിലാക്കിയ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തിരിച്ചൊന്നും പറയാതെ മൗനമായിരുന്നു. അവസാനം രാത്രി കിടക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു അടുത്ത് കിടക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, അല്ല ഫാത്തിമ, എനിക്ക് വിഷമായോ, ഞാൻ കൊണ്ടുവരാത്തത് എനിക്ക് ബേജാറായോ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. അലി റളിയല്ലാഹു തആല അൻഹു കാര്യം പറയുകയുണ്ടായി. ആ നടന്ന സംഭവം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, സാരമില്ല, ആ വിഷം നൊട്ടിയ വയറിന് ആശ്വാസം പകരാൻ വേണ്ടിയല്ലേ താങ്കളത് കൊടുത്തത്, സാരമില്ല എന്ന രീതിയിലെ വാക്കായിരുന്നു. ഇത്രമാത്രം ഉയർന്ന ചിന്താഗതിയുള്ള വിശാല മനസ്കയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് ദിനമാണ് റമളാൻ 3 എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദികൾ ജീവിച്ചിരുന്ന വഴികളിലൂടെ സഞ്ചരിക്കാനും അതേപോലെ തന്നെ മരണപ്പെടുവാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.